സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്, അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിന് നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. ഇവരെ ഇരുന്ന് ഈ വൃത്തിയേട് വിളിച്ചു പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചാണ് ആ മരുഭൂമിയിൽ കടന്നത്. അതിന് ഈ വിഷം ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് കേട്ടോ നിങ്ങൾ? ഇമാതിരി കുറച്ച് വിഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വിഷങ്ങൾ ഇതൊക്കെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്. ഇമാതിരി വിഷങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് കൊണ്ടാണ്.